പ്രിയമുള്ളവരെ, എക്കാലവും ഉപദേശ പിശകുള്ള ചില ആളുകളുമായി വളരെ അധികം തർക്കമുണ്ടായിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളുടെ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന അതിപ്രധാനമായിരിക്കുന്ന ഉപദേശ വിഷയം. കഴിഞ്ഞ ദിവസം ഞാൻ അതേക്കുറിച്ച് ഒരു റൈറ്റപ്പും അതുപോലെ തന്നെ ഒരു വീഡിയോയും ഞാനിട്ടിരുന്നു. ഈ റൈറ്റപ്പിലും വീഡിയോയിലും നിരവധി ആളുകൾ കമന്റ് ചെയ്യുകയുണ്ടായി. അതിൽ പൊതുവെ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിൽപ്പെട്ട പ്രസംഗകരിൽ ഏറെക്കുറെ നന്നായി സാഹിത്യ ഭാഷയിൽ സംസാരിക്കുകയും വചനത്തിന്റെ ശക്തിയോടെ കുറെ അടുക്കും ചിട്ടിയുമായി സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാണ് ബ്രദർ ജോബി ടി അലക്സ്. അദ്ദേഹം എന്റെ റൈറ്റപ്പിനുമൊക്കെ സ്നേഹബുദ്ധിയ പലപ്പോഴും കമന്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹം വാസ്തവത്തിലെ ഈ ചില കമന്റുകൾ ഇട്ടു. അപ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ അതിൽ ഞാൻ എഴുതിയുള്ള കാര്യങ്ങൾ മണ്ടത്തരങ്ങളാണ്, വിഡിതരമാണ്, വിവരക്കേടാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്നേഹബുദ്ധിയാ ഞാൻ സ്വീകരിക്കുന്നു. അത് നല്ല കാര്യം. ഇനി അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ റൈറ്റപ്പ് അവർ വായിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അവതരണങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ കമന്റബിളായിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. രക്ഷാനഷ്ടഭാഗത്തിനു വേണ്ടി പറയുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ അവിശ്വാസികളായ ആളുകളെ ദൈവം മരുഭൂമിയിൽ വെച്ച് തള്ളിയിട്ട് കളഞ്ഞു. അവരെ വാസ്തവത്തില് കനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചില്ല. അവർക്ക് സംഭവിച്ച ഈ വിപത്ത് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിയുപദേശത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോൾ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ആളുകളിൽ വിശ്വാസമായി പരിണമിക്കാത്തവർക്ക്, അതായത് വിശ്വാസത്തിൽ തുടരാത്തവർക്ക് കനാൻ ദേശത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. അതുകൊണ്ട് അവസാനത്തോളം നമ്മുടെ വിശ്വാസത്തിൽ മുമ്പോട്ട് തുടർന്നു പോയി അന്ത്യം വരെയും നാം നമ്മെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ, അതായത് ഒരു പാപവും സംഭവിക്കാതെ സൂക്ഷിച്ചാൽ മാത്രമേ സ്വർഗരാജ്യ പ്രവേശനം സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഏറെ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടെ സഹോദരൻ ജോബിയോടും ജോബിയുടെ പ്രത്യേക ശാസ്ത്രം വിശ്വസിക്കുന്ന ആളുകളോടും ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതിതാണ്. അതായത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ 20 വയസ്സിന് മുതൽ മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട ആളുകളുടെ എണ്ണം സുമാർ 6 ലക്ഷം പുരുഷന്മാരായിരുന്നു. ഈ 6 ലക്ഷം പുരുഷന്മാരെ കൂടാതെ 20 വയസ്സിന് മേലിൽ ഉള്ള ആളുകളിൽ ഈ യുദ്ധപ്രാപ്തന്മാരായ 6 ലക്ഷം ആളുകളുടെ ഭാര്യമാര്, പിന്നെ അവരുടെ കുഞ്ഞുങ്ങള് എല്ലാം കൂടി വലിയൊരു സംഖ്യയുണ്ട്. അവരിലെ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ മരുഭൂമിയിൽ പട്ടുപോയിരുന്നത് ശരിയാണ്. ഇനി ബ്രദർ ജോബി അതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞില്ലെങ്കിലും കൃത്യമായ കണക്ക് ഞാൻ പറയാം. ആ കൃത്യമായ കണക്ക് ശ്രദ്ധിക്കണം. 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട ആളുകളിൽ യോശുവയും കാലേബും ഒഴികെ ഒരുവൻ പോലും കനാൻ ദേശത്തെത്തിയില്ല. 20 വയസ്സിന് താഴെ പ്രായമുണ്ടായിരുന്ന ആളുകൾ 40 വർഷക്കാലം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ശരാശരി 50-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണ്. ആ രണ്ടാം ജനറേഷനാണ് വാഗ്ദത്തദേശമായ കനാൻ ദേശത്ത് ചേർന്നത്. പക്ഷേ ഇവിടെ രക്ഷ നഷ്ടപ്പെടും എന്നതിലേക്ക് ഈ മരുഭൂമിയിൽ പട്ടുപോയ ആളുകളുടെ ദൃഷ്ടാന്തം ഒരു ദൃഷ്ടാന്തമായി ശ്രീമാൻ അലക്സ് പറഞ്ഞാൽ എനിക്ക് ന്യായമായി ഒരു പ്രതിചോദ്യമുണ്ട്. ആ പ്രതിചോദ്യം ഞാൻ വീണ്ടും ചോദിക്കട്ടെ.
ആ പ്രതിചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകളെയും കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന അവരുടെ നായകനായ മോശയ്ക്കാണല്ലോ ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് ഉള്ളത്. ഒന്നാമത്തെ പൗരനായി അറിയപ്പെടുന്നത് മോശയാണ്. ഹി വാസ് ദെയർ പൊളിറ്റിക്കൽ ലീഡർ, അതുപോലെ ദെയർ സ്പിരിച്വൽ ലീഡർ. ഈ മോശ കനാൻ ദേശത്തിന്റെ പിറകിൽ വെച്ച് പിസ്ക മലമുകളിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ ദൈവം കൊണ്ട് പറഞ്ഞു, നിന്റെ തല ഉയർത്തി കനാൻ ദേശം, മനോഹരമായ ദേശം നീ നന്നായി കാണുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശ തല ഉയർത്തി കനാൻ ദേശം കണ്ടു. എത്ര മനോഹരമായ ദേശം എന്ന് ദൈവവും പറഞ്ഞു, മോശയും പറഞ്ഞു. അപ്പം ദൈവം ഒരു കാര്യം പറഞ്ഞു, ഈ ദേശത്ത് നീ പ്രവേശിക്കുകയില്ല. അതിന്റെ കാരണവും കൂടെ പറഞ്ഞു, നീ ഹോറേബിൽ വെച്ച് ജനത്തിന്റെ മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കായാൽ നിനക്ക് ആ ദേശത്ത് പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹോറേബിൽ വെച്ച് മോശ പാപം ചെയ്തു. എന്താണ് ഹോറേബിൽ വെച്ച് മോശ ചെയ്ത പാപം എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതറിയാം. ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ വേദവസം വായിക്കുന്നവർ അല്ലാത്തവർക്ക് അത് അല്ലാത്തവർ ചോദിക്കുന്നത് എന്താ ഹോറേബിൽ ദൈവം സംഭവിച്ചത്. ഹോറേബിൽ വെച്ച് ജനം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഹോറേബിൽ പാറമേൽ നിൽക്കണം, നീ പാറയോട് കൽപ്പിക്കണം, അപ്പോൾ പാറയിൽ നിന്ന് ജലതടാകം പൊട്ടി പുറപ്പെടും എന്ന് പറഞ്ഞു. ആ കാര്യവും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവരെ അനുഗമിച്ച പാറയിൽ നല്ലവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോറേബിൽ പാറമേൽ നിൽക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ ഹോറേബിലെ പാറയെ മോശ അടിച്ചു. അടിക്കാൻ ദൈവം കൽപ്പിച്ചില്ല, നിൽക്കാനാ പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്തു? ദൈവം പറയാത്തതും കൂടെ ചെയ്യാൻ മോശ തയ്യാറായി. അതാണ് ഹോറേബിൽ വെച്ച് ജനത്തിന്റെ മുമ്പാകെ നീ എന്നെ വിശുദ്ധീകരിക്കാകിയാൽ നീ ആ ദേശത്ത് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശ പിസ്കയിൽ വെച്ച് മരിച്ചു. ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലിരിക്കുന്നത് അങ്ങനെ ദൈവദാസനായ മോശ പിസ്കയിൽ വെച്ച് മരിച്ചു. ദൈവം അവനെ സംസ്കരിച്ചുകൊണ്ട് അവനെ അടക്കിയ സ്ഥലം ഏതെന്ന് ആരും ഇതുവരെയും അറിയുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജോബി ടി അലക്സിന്റെയും അൻസൻ മാരാമണിന്റെയും സജി മണിയാറ്റിന്റെയും എല്ലാം ഭാഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരുടെയും രക്ഷ മുടക്കുകയില്ല. അതായത് ആ ദൈവം ആരുടെയും രക്ഷയെ നഷ്ടപ്പെടുത്തുകയില്ല. എന്നാൽ അവരുടെ രക്ഷയെ അവർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും. അപ്പോൾ മോശ എന്ത് ചെയ്തു? തന്റെ രക്ഷയെ നഷ്ടപ്പെടുത്തി. മോശ സ്വർഗത്തിൽ എത്തിയില്ല, അല്ലെങ്കിൽ കനാൻ ദേശത്തെത്തിയില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവനെങ്കിലും ഇത് ജീവിതയാത്രയിൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്ന ആളുകളെ അവർ ദൈവം പ്രസാദിക്കുന്നില്ല, അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അന്ത്യത്തോളം പോർപരിധി നിൽക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ വാദം. അപ്പം മോശയും പോയല്ലോ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ 2 അപകടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കനാൻ ദേശത്തെ പ്രവേശനം സ്വർഗപ്രവേശനത്തിന്റെ ചിത്രമായി ഇവർ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഉപമിച്ച് ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നു. ഞാൻ പഠിച്ച ബൈബിൾ കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല, കനാൻ ക്രിസ്തീയ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെയാണ് കാണിക്കുന്നത്. ജനം മിസ്രൈമിലായിരുന്നപ്പോൾ വീണ്ടെടുക്കപ്പെടാത്തവരും മരുഭൂമിയിലായിരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരെങ്കിലും പാപത്തിന്റെ നാനാവിധ ഭോഗങ്ങളാൽ വശീകരിക്കപ്പെട്ടിട്ട് പിറുവിറുക്കുന്നവരും ദൈവത്തോട് മത്സരിക്കുന്നവരും ദൈവത്തെ പരീക്ഷിക്കുന്നവരും മോശയുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നവരും അഹരോനെതിരെ മത്സരിക്കുന്നവരുമായിട്ടുള്ള ഒരു ജാതിയായിട്ടാണ് കാണുന്നത്. അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ലേ. എന്നാൽ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ അന്തം ആണ്, അതാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. അവിടെ പ്രവേശിച്ചാലേ ഉള്ളൂ ഈ 20 വയസ്സിന് മേലിൽ എണ്ണപ്പെട്ട യോശുവയും കാലേവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ വാദമനുസരിച്ച് മോശയും നരകയോഗ്യൻ. ഇപ്പം മോശ നരകത്തിൽ പോകണം, സ്വർഗത്തിൽ കാണില്ലല്ലോ. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന വിഡ്ഢിത്തരമാണെന്നും മണ്ടത്തരമാണെന്നും പറയുന്ന ജോബി ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇതിനോട് നിങ്ങൾ ഉത്തരം പറഞ്ഞ കാര്യം, ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമല്ലേ? ഈ മോശയാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മറുമലയിൽ വെച്ച് കർത്താവായ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട സമയത്ത് 2 ദിവ്യപുരുഷന്മാർ കൂടെ യേശുവോടുകൂടെ അവരുടെ മുമ്പാകെ പ്രത്യക്ഷമായി. ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമായിരുന്നു. പിസ്കായിൽ വെച്ച് മരിച്ച് ദൈവത്തോട് പാപം ചെയ്ത നരകത്തിൽ പോയ മോശ മറുമലയിൽ ദൈവത്തനായ യേശു ക്രിസ്തുവിനോട് കൂടെ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് ന്യായമായ ഒരു മറുപടി എനിക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നാൽ മതി, ഞാൻ അങ്ങ് സമ്മതിച്ച് ഏറ്റു പറഞ്ഞോളാം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇസ്കരിയോത്ത യൂദ
അദ്ദേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു. ആ യൂദ ഒടുവില് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത് കാശ് വാങ്ങി കീശയിലിട്ട ശേഷം കയറ് വാങ്ങിച്ച് കെട്ടിയാന്നിയെത്തു. പത്രോസ് പറയുമ്പോൾ കെട്ടിയാന്നിയത്ത യൂദയെക്കുറിച്ച് പറയാണ് അവിടെ തന്നെ യൂദ എന്ത് ചെയ്തു? അവന് 30 വെള്ളി കാശിന് ദൈവപുത്രനെ ഒറ്റിക്കൊടുത്ത ശേഷം അവനെ കെട്ടിയാന്ന് കാശ് വില കുറഞ്ഞ കയറ് വാങ്ങിച്ചായിരിക്കുക. ഏതായാലും കയറ് പൊട്ടിപ്പോയി വീണ് അവന്റെ കുടലെല്ലാം തുറിച്ചു പോയി. അവൻ വാങ്ങിയ കാശ് പരദേശികളെ കുഴിച്ചിടാൻ വേണ്ടി ഉള്ള സ്ഥലം വാങ്ങി ശവക്കോട്ടയ്ക്ക് വേണ്ടി കാശ് കൊടുത്തു. രക്തനിലം എന്നതിന്റെ പേരായി എന്നാണ് അതിനെക്കുറിച്ച് വായിക്കുന്നത്. അപ്പൊ ഈ യൂദ കർത്താവിന്റെ അപ്പോസ്തലനാണ്. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തനവും എല്ലാം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരിൽ ഒരുത്തനായിരുന്നു. പക്ഷേ ഇതേ എന്ത് ചെയ്തു? ദൈവത്തിനെ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടിയാന്തിയാത്തു. ഇതാണ്. അപ്പോൾ അവൻ നരകത്തിൽ പോയെന്നുള്ള വിഷയം പറഞ്ഞു. ശരി, ഞാൻ നരകത്തിൽ തന്നെ പോയെന്ന് ഞാനും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ യൂദ തന്റെ രക്ഷയെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അപ്പോൾ ഒരുത്തന്നെ രക്ഷ ദൈവം നഷ്ടപ്പെടുത്തുകയില്ല, എന്നാൽ ഒരുവന് തന്റെ ആത്മരക്ഷയെ നഷ്ടപ്പെടുത്താൻ കഴിയുന്നതിലേക്കുള്ള 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തവുമായിട്ടാണ് അൻസൻ മാരാമൻ, സജി മണിയാറ്റ്, ജോബി അലക്സ്, പിന്നെ അവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള വിശ്വസ്ത ശുശ്രൂഷകന്മാരെല്ലാം രംഗത്ത് വന്നിട്ടുള്ളത്. ഞാനിത് പറയുമ്പോഴും എനിക്ക് ഇവരോട് വാസ്തവത്തിൽ സഹതാപേ ഉള്ളൂ. കാരണം അറിയാമോ, ഈ രക്ഷയെ പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് സഭയുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ 5 വൻകരയിലുള്ള പുൽപ്പിറ്റുകളിൽ ശ്വാസം വിടാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും 365 ദിവസവും ഒരു ദിവസം 4 പുൽപ്പിറ്റ് വരെ കയറി ചെയ്യുന്ന ഒരു പ്രശസ്തനായ ദേവദാസന്റെ സ്നേഹിതനാണ്. അതായത് ഒരു മാസം മുമ്പ് എന്നോട് ചോദിച്ചു, വാസ്തവത്തിൽ ഈ രക്ഷ എന്ന് പറയുന്നത് അത് ഈ എന്താണ്? ആത്മരക്ഷയാണോ അതോ ദേഹിയുടെ രക്ഷയാണോ? ഈ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ എങ്ങനെയായിരിക്കുന്നത്? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് എന്നോട് ഈ വലിയ ഉപദേഷ്ടാവ് ചോദിച്ചു. അപ്പോൾ ഈ പാവം പിടിച്ച ഞാൻ അങ്ങനെ അന്താരാഷ്ട്ര തലങ്ങളിലൊന്നും പോയി ഇങ്ങനെ ചിറക് പിരിച്ച് പറന്ന് നടന്ന് ഓടി ശുശ്രൂഷ ചെയ്യുന്ന ആളല്ല. ഈ മാർക്ക് സുക്കർബർഗർ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാവപ്പെട്ട ദേവദാസനാണ്. ഇപ്പൊ ജോബിക്ക് ഒരുപാട് പുൽപ്പിറ്റുകളൊക്കെ ഉള്ള ധാരാളം പ്രസംഗങ്ങൾ ജോബിയുടെ ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് നല്ലൊരു കലയുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ യൂദായെ സംബന്ധിച്ച് കർത്താവ് പറയുമ്പോൾ ഞാൻ 12 പേരെ അല്ലയോ തെരഞ്ഞെടുത്തത്, അതിൽ ഒരുവൻ പിശാചാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിശാചിന് സ്വർഗമുണ്ടെങ്കിൽ ആർക്കും സ്വർഗമുണ്ട്? ഈ ഇസ്കരിയത്തെ യൂദായ്ക്കുമുണ്ട്. പിന്നെ എന്തിനാണ് യൂദയെ അപ്പോസ്തലനായി തിരഞ്ഞെടുക്കുക? ഈ അടയാളങ്ങളും വീര്യപ്രവൃത്തികളും രോഗികളുടെ മേൽ സൗഖ്യം ലഭിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അതിശയപ്രവൃത്തികൾ ചെയ്യേണ്ടതിനും 12 പേരെ തിരഞ്ഞെടുത്തു. കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പൊ നമ്മുടെ ഈ നവയുഗ സഭകളിലും ഈ പറയപ്പെട്ട പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിലുമെല്ലാം എനിക്ക് ഒരുപാട് സ്നേഹിതർ പെന്തക്കോസ്ത് ഉണ്ടല്ലോ. അപ്പം നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് മാത്രമല്ല, യൂദായെക്കുറിച്ച് കർത്താവോ ശേഷം അപ്പോസ്തലന്മാരോ പറയാത്തൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷിക്തൻ നമ്മുടെ മധ്യയുണ്ട്. ശ്രേഷ്ഠ അഭിഷിക്തനുണ്ട്. ഈ ശ്രേഷ്ഠ അഭിഷിക്തന്മാരും ഈ യൂദാ ചെയ്തപോലുള്ള അടയാളവും അത്ഭുതവും വീര്യപ്രവൃത്തികളും അത്ഭുത രോഗശാന്തിയും ഭാഷണം പറയുന്നവരല്ലേ. അപ്പൊ പറഞ്ഞ ശേഷം ഇതെല്ലാം ചെയ്ത അപ്പം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്തവനും അത്ഭുത പ്രവൃത്തി ചെയ്യാൻ പറ്റും, അവനും അന്യഭാഷ പറയാൻ പറ്റും, അവനും വാസ്തവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും, അവനും രോഗശാന്തിയും വീര്യപ്രവൃത്തിയും ഒക്കെ ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ചരിത്രത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, യൂദായെ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയെങ്കിലും ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടിയുടെ നിർവഹണത്തിനായി ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ഇവനും കൂടെ അതിനകത്ത് വന്നകപ്പെടാൻ ദൈവം അനുവദിച്ചിരുന്നു. ഇൻ ദി പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ജൂഡ വാസ് ഡ്രോൺ എമംഗ് ദി അപ്പോസ്റ്റൽസ്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഈ 2 ചോദ്യങ്ങൾ, അതായത് യൂദ കെട്ടിയാനിയത്തു, അവനെക്കുറിച്ച് പറയുന്നത് ആ നാശയോഗ്യൻ അല്ലാതെ, കർത്താവിന് പറയാൻ ഞാൻ 12 പേരെ തിരഞ്ഞെടുത്തു. ആ നാശയോഗ്യൻ എന്നത് സൺ ഓഫ് പെർഡീഷൻ എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. സൺ ഓഫ് പെർഡീഷൻ എന്ന് പറഞ്ഞാൽ മുടിയൻ പുത്രൻ, അല്ലെങ്കിൽ നാശയോഗ്യൻ, നാശത്തിന് യോഗ്യനായി തീർന്നവൻ, അല്ലെങ്കിൽ നരകയോഗ്യനായവൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവന്റെ രക്ഷ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടതല്ല. യൂദ ഒരു അപ്പോസ്റ്റേറ്റ് ആയിരുന്നു, അതായത് രക്ഷിക്കപ്പെട്ടവനെ ആയിരുന്നില്ല. എന്നാൽ അപ്പോസ്റ്റലന്മാരുടെ കൂടുതൽ എണ്ണപ്പെട്ട 12 പേരിൽ ഒരുത്തനും ആയിരുന്നു. അത് ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടിയുടെ നിർണയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിർവഹണത്തിന് വേണ്ടി ദൈവം തന്റെ സർവ്വജ്ഞാനത്തിലും മുന്നറിവിലും തെരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന് ചിന്തിച്ചാൽ മതി.
അങ്ങനെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ രക്ഷാനഷ്ടവാദികളോട് എനിക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ പല ആളുകളും രക്ഷ നഷ്ടപ്പെടും എന്നുള്ള പഠിപ്പിക്കൽ നിങ്ങളുടെ ബാല്യം മുതലേ നിങ്ങളെ പാസ്റ്റർമാർ പഠിപ്പിച്ചത് നിങ്ങൾ വിശ്വസിക്കല്ലാതെ എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഒരു തയ്യാറായിട്ടില്ല. ഞാൻ ഈ രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാവോ? പിന്നെ എനിക്കൊരു അപവാദം പറയുന്നുണ്ട്. വെറും അപവാദമല്ല, അപരാധം എന്ന് പറയാം. എന്താണ് ഈ അപരാധം? എന്ത് പാപം ചെയ്താലും രക്ഷ നഷ്ടപ്പെടുകയെന്ന് ES തോമസ് പഠിപ്പിച്ചെന്ന് ഞാൻ ഇന്ന് വരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരു ഊളനയക്കുന്ന ഒരു പാസ്റ്റർ ആ വാക്ക് തന്നെ അനുഭവിക്കുന്നത്. കാരണം അറിയാവോ? എന്നോട് ക്ഷമിക്കുക പറഞ്ഞത്. കാര്യം ഒരു വിഡ്ഢിത്തരം പറഞ്ഞ പാസ്റ്റർ. അദ്ദേഹം പാസ്റ്റർ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ തന്നെ നാണക്കെടുന്നു. അദ്ദേഹം ഒരു ചൊറിയനാണ്. ഇങ്ങനെ എപ്പോഴും പുറകെ നടന്ന് ഇങ്ങനെ ഇവർ അത്യുന്നതനായ ദൈവത്തിന് ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് വെളിച്ചപ്പാടത്തെ സ്ത്രീയെ പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാൾ. അദ്ദേഹം ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു വരുന്നതായ സമയത്ത് വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ എടുക്കപ്പെടുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ അടിയിൽ എഴുതിയിട്ടു. ഇവന്റെ ചോദ്യം പരിഹാസ്യമായതുകൊണ്ട് പരിഹാസിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. കാര്യം പരിഹാസികളോട് നീ പരിഹാസിയാണെന്ന് ദൈവം പറഞ്ഞു. പരിഹാസ ചോദ്യമായതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവന് ആ നിലയിൽ ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ എടുക്കപ്പെടും. അങ്ങനെ വേദോസം പറയുന്നത് അവൻ പാപം ചെയ്യാൻ പാടില്ല, പക്ഷേ പാപം ചെയ്തു. ഈ സ്ത്രീയെ വ്യഭിചാരം ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി, ഇത് ഏറ്റവും കൂടുതൽ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. വ്യഭിചാരത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ നിർവചനം ഞാൻ പറയാം. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. ഇപ്പൊ എത്ര പരിശുദ്ധന്മാരിവിടെ ഈ ഹൃദയം കൊണ്ട് മോഹിക്കാത്തവരും പാപം ചെയ്യാത്തവരുമായിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ലിസ്റ്റ് പറയേണ്ടത്. ഇതിലൊക്കെ പ്രധാനമായി ഞാൻ ഒരു ചോദ്യം, പണ്ട് ഈ രക്ഷ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല, നഷ്ടബാധികളുള്ള 50 ചോദ്യങ്ങൾ പറഞ്ഞാൽ 50 നീണ്ട ചോദ്യങ്ങൾ കിട്ടുന്നു. അതിൽ ഒരെണ്ണത്തിന് പോലും വ്യക്തമായ മറുപടി ഒരു വ്യക്തി പോലും തന്നില്ല. അപ്പോൾ എന്തറിയാമോ, ഒന്നാണ് ഞാൻ ചോദിച്ചത്, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുകയില്ല. അപ്പം നഷ്ടപ്പെടുന്ന പാപം, ഒരു പേപ്പർ എടുക്കുക, 2 വശത്തായി 2 കോളം വരയ്ക്കുക. അതിൽ ആദ്യം എഴുതുക നഷ്ടപ്പെടുന്ന പാപങ്ങളുടെ ലിസ്റ്റ്, 2 നഷ്ടപ്പെടാത്ത പാപങ്ങളുടെ ലിസ്റ്റ്. വ്യഭിചാരം ചെയ്താൽ നഷ്ടപ്പെടും, കൊലപാതകം ചെയ്താൽ നഷ്ടപ്പെടും, മോഷ്ടിച്ചാൽ നഷ്ടപ്പെടും. പിന്നെ ബാക്കി നഷ്ടപ്പെടാത്ത ഏതൊക്കെയാണല്ലേ? പക, പിണക്കം, ജാരശങ്ക, അസൂയ, ദ്വന്ദ്വപക്ഷം, വിഗ്രഹാരാധന, വെറിക്കൂത്ത്. ഇങ്ങനെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്ന ഒരു 98 ലിസ്റ്റുകൾ ഞാൻ പുതിയമത്തിൽ എണ്ണിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എണ്ണി നോക്കിയാൽ അതൊന്നും പാപമല്ലേ? അപ്പോൾ പാപത്തിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് രക്ഷ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നത്. ഇതിനൊന്നും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. ഇനി വേറെ വിഷയം, ഞാൻ ഒരു വാക്കോട് വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ ഞാൻ ഷോർട്ടാക്കുകയാണ്. ഓരോന്നോരോന്നിന് കണ്ണശ തരാം, പേടിക്കണ്ട. എന്ത് ചോദ്യം പറഞ്ഞാലും കണ്ണശാർ മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാൻ കഴിയാത്ത ജീവന്റെ പേരാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതൊരിക്കൽ നശിക്കുകയില്ല. ഇനി രണ്ടാമത്തെ വിഷയം, എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം, അത് ജോബി ടി അലക്സ് ആയാലും ES എന്ന് പറയുന്ന ഞാനായാലും അൻസൻ മാരാവണായാലും സരിമണിയാറ്റായാലും ജനുനാനായാലും ബൈജൂസമായാലും ഇനി ഏത് വ്യക്തിയായാലും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവൻ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. അതിന്റെ ഏറ്റവും വ്യക്തതയല്ലേ യൂദായുടെ ലേഖനം. യൂദ കെണിയാന്നിയാത്ത യൂദ അല്ല. ഇനി അതങ്ങനെയൊന്നും പറഞ്ഞ് വ്യാഖ്യാനം ചെയ്യണല്ലേ. കാരണം അറിയാവൂ, പണ്ടെടുത്താൻ പറഞ്ഞ പോലെ അവന് ഏതായാലും ഒരു ഗുണം ദൈവസഭയ്ക്ക് എഴുതിച്ചാ പോയത്. കാര്യം ചാകുന്നതിന് മുമ്പേ ഒരു അധ്യായം ഉണ്ടെങ്കിൽ ഒരെണ്ണം എഴുതിച്ചാ പോയെന്ന് ഒരുവൻ പറഞ്ഞതുപോലെ പറഞ്ഞല്ലോ. അതായത് ജോബിയൊന്നും പറയത്തില്ല. ജോബിക്കൊക്കെ നന്നായി വേദോസം അറിയാം. ഞാൻ ഈ പറയുന്ന കാര്യം സാധ്യമാണെന്ന് അറിയാം. പക്ഷേ ഈ ജോബി നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കോളം കാലം പിന്നെ ഈ റിമ്മോന്റെ ക്ഷേത്രത്തില് ഗേഗസി നയമാന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, അല്ല നയമാൻ തന്റെ അരാൻ രാജാവിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ റിമോന്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇവന് അകമ്പടി സേവനാണ്. അതുകൊണ്ട് ചെയ്യും, ഞാൻ അറിയാതെ ഒന്ന് കുനിഞ്ഞു പോകുന്നത് എന്നോട് ക്ഷമിക്കണമെന്ന് ഒരു അഡ്വാൻസ് ബെയിൽ എടുത്തുകൊണ്ട് പോകുക, അല്ല വേറെ ഒരു മാർഗവുമില്ല. കാരണം അറിയാമോ, അവിടെ തുടർന്നിടത്തോളം കാലം ഇങ്ങനെ പറഞ്ഞു വെക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ബ്രദർമാനായി പോകും. അറിയോ എന്തുകൊണ്ടാണ്? ഈ ലാസർ വി മാത്യു പ്രസംഗം കേട്ടിട്ടുള്ളവനാണല്ലോ ജോബി ടി അലക്സ്. ലാസർ വി മാത്യു സരളമായിരിക്കുന്ന സാഹിത്യ ഭാഷയിൽ സുന്ദരമായി ദൈവം എന്ന് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അതേ എന്താ പറഞ്ഞിരുന്നത്? രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്നത് തികഞ്ഞ വേദവിപരീതമാണ്. ലാസർ വി മാത്യുവിന്റെ പ്രസംഗങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ജോബി ടിക്ക് ലാസർ വി മാത്യുവിനോട് ഈ വിഷയം പറഞ്ഞത് ഒന്ന് ജയിക്കാമോ? ഒരിക്കലും ലാസറും പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലേ. അപ്പൊ പറഞ്ഞറിയാമോ, ഇവിടെ കർത്താവിന്റെ കരങ്ങളിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. കർത്താവിന്റെ കരങ്ങളിലിരിക്കുന്ന എന്നെ
ഏതെങ്കിലും എന്റെ പാപപ്രവൃത്തികളോ ദോഷപ്രവൃത്തികളോ എന്റെ നിരൂപണങ്ങളോ ചിന്തകളോ ഒന്നും തന്നെ പിടിച്ചു പറിക്കാൻ കഴിയില്ല. അവന്റെ കയ്യിൽ ആയിരിക്കുന്നത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവൻ അവന്റെ ശരീരത്തിന്റെ അംഗം കൂടിയായി ഒത്തുചേർക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നടത്തി മാറ്റാൻ പറ്റുകയില്ല. കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും വിശ്വസിക്കുക. ഞാൻ നിർത്തട്ടെ. ഇതിന്റെ പ്രതിവാദം കേട്ട ശേഷം അടുത്ത് പറയുന്നതാണ്. യൂദായുടെ കാര്യം തൃപ്തിയായി കാണുന്നത് വിശ്വസിക്കുന്നു. പിന്നെ മോശയുടെ കാര്യം, മോശ നരകത്തിൽ പോയെന്ന് പറഞ്ഞവർ മറുവമലയിൽ മോശ പ്രത്യക്ഷപ്പെട്ടത് നരകത്തിൽ നേരെ അങ്ങോട്ട് വന്നായിരുന്നു, അതോ സ്വർഗത്തിൽ നിന്ന് കർത്താവിനെടുക്കുന്ന വന്നായിരുന്നു എന്നുള്ളതിന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അതുവരെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഹാപ്പി. താങ്ക് യു.